ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബട്ടർസ്കോച്ച് പാലട പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാലട പായസം പലത് കുടിച്ചിട്ടുണ്ടെങ്കിലും ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ ഒരു പാലട പായസം ആരും തന്നെ കുടിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറൈറ്റി ആയിട്ട് ബട്ടർസ്കോച്ച് പാലട പായസം തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് പാലട പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു പാലട പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 100 ഗ്രാം ചെറിയ സൈസിലുള്ള അടയാണ് എടുത്തിട്ടുള്ളത്. അട ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പായസത്തിലേക്ക് ആവശ്യമായ 1/4 കപ്പ് ചവ്വരി നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കാം. ആദ്യം തന്നെ കഴുകി വെച്ചിരുന്ന അട നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അട വേവാൻ ആവശ്യമായ കുറച്ചേറെ വെള്ളം എടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന 100 ഗ്രാം അടയും മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അടയോടെ ചേർത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടയോടെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടയൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അട വേവാൻ വെച്ചിട്ട് ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ദവണ്ടിലെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അടയിലേക്ക് കുറച്ച് തണുത്ത വെള്ളം 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കഴുകിയെടുക്കാം. വേവിച്ച അട ആയതുകൊണ്ട് തന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കുന്നത്. കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിൽ പായസത്തിലേക്ക് ആവശ്യമായ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ പായസം തയ്യാറാക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന ഒരു ചവ്വരിയില്ലേ, അതിൽ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ വേവിച്ച് കഴുകി മാറ്റി വെച്ചിരുന്ന അടയും മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും അടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. ഈ പാല് വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള സ്പെഷ്യൽ ബട്ടർസ്കോച്ച് സോസ് തയ്യാറാക്കിയെടുക്കാം. ബട്ടർസ്കോച്ച് സോസ് തയ്യാറാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് ആദ്യം തന്നെ 40 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രൗൺ ഷുഗർ ഇല്ല എങ്കിൽ അതിന് പകരം വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഹെവി ക്രീം ചേർത്ത് കൊടുക്കാം. ഹെവി ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ 2 ക്രീമും ഇല്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബട്ടർസ്കോച്ച് സോസ് കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാനില എസൻസ് കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ഒരു ബട്ടർസ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഈ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഈ പാല് 10 മിനിറ്റ് തിളച്ച് ചെറുതായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടർസ്കോച്ച് സോസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ബട്ടർസ്കോച്ച് സോസ് കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റോളം ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും.
ലോ ഫ്ലെയിമിൽ വെച്ച് പാലൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പായസം ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരും. ഇനി ഈ ഒരു പായസത്തിലേക്ക് ആവശ്യമായ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യിലാണ് ഈ ഒരു കാഷ്യൂനട്ട്സും റൈസിനും വറുത്തെടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട്സും കുറച്ച് ഉണക്കമുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും നെയ്യിൽ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതിപ്പോൾ കാഷ്യൂനട്ട്സും ഉണക്കമുന്തിരിങ്ങയും നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബട്ടർസ്കോച്ച് പാലട പായസം തയ്യാറാക്കാൻ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലുള്ള പായസമാണ്. ഈ ഒരു പായസം ചൂടോടെ കുടിക്കുന്നതിലും കുറച്ചുകൂടെ തണുത്തതിന് ശേഷം കുടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഓണസദ്യയ്ക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് പാലട പായസം ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.